യുകെയിലെ കുടിയേറ്റം കുറയ്ക്കുന്നതിന് വേണ്ടി ശക്തമായ പ്ലാനുകളാണ് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി ലീഡറായ കെമി അവതരിപ്പിച്ചിരിക്കുന്നത്. അതനുസരിച്ച് യുകെയിൽ ILR അഥവാ പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് നൽകുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്ന പ്രസ്താവനയാണ് കെമി നടത്തിയിട്ടുള്ളത്. അടുത്ത ഇലക്ഷനിൽ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലെത്തുകയാണെങ്കിൽ തീർച്ചയായും നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി PR നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുകയും നിരവധി പേർക്ക് പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കാത്ത രീതിയിലോട്ടാണ് പുതിയ അനൗൺസ്മെന്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതനുസരിച്ച് യുകെയിൽ വന്നിട്ടുള്ള വർക്ക് വിസയിൽ വന്നിട്ടുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റുകൾ ക്ലെയിം ചെയ്ത സാഹചര്യത്തിൽ അവരെ PR ലഭിക്കുന്നതിൽ നിന്നും ബാൻ ചെയ്യുമെന്ന പ്രസ്താവനയും അവർ നടത്തിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റുകൾ അവർ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ അവർക്ക് PR നൽകേണ്ടതില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന 5 വർഷം കൊണ്ട് PR ലഭിക്കുമെന്നുള്ളത് 10 വർഷമാക്കി വർദ്ധിപ്പിക്കുമെന്ന പ്രസ്താവനയും അവർ നടത്തിയിരിക്കുന്നു. ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് 5 വർഷമാകുമ്പോൾ യുകെയിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കും. അതിനുശേഷം 1 വർഷം കൂടി കഴിഞ്ഞാൽ അവർക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കുന്ന നിയമമാണെങ്കിൽ അതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന പ്രസ്താവനയാണ് കൺസർവേറ്റീവ് പാർട്ടി ലീഡർ നൽകിയിരിക്കുന്നത്. യുകെയിൽ എത്തിക്കഴിഞ്ഞാൽ 10 വർഷമാകുമ്പോൾ ILR നൽകിയാൽ മതിയെന്നും അതിനുശേഷം 5 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് മാത്രം സിറ്റിസൺഷിപ്പ് നൽകുന്ന കാര്യം പരിഗണിച്ചാൽ മതിയെന്ന തീരുമാനം കൺസർവേറ്റീവ് പാർട്ടി നടപ്പാക്കുകയാണെങ്കിൽ യുകെയിൽ എത്തിയിട്ടുള്ള ആയിരക്കണക്കിന് പേർക്ക് വലിയ തിരിച്ചടികൾ തന്നെയായിരിക്കും ഈ നിയമത്തിലൂടെ കൊണ്ടുവരിക. ഇപ്പോൾ 6 വർഷം കൊണ്ട് സിറ്റിസൺഷിപ്പ് ലഭിക്കുമെങ്കിൽ 15 വർഷം കൊണ്ട് മാത്രം സിറ്റിസൺഷിപ്പ് ലഭിക്കുന്ന രീതിയിലോട്ട് നിയമങ്ങൾ കർശനമാക്കാനുള്ള ശ്രമങ്ങളാണ് കൺസർവേറ്റീവ് പാർട്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ രാജ്യത്തൊട്ടാകെ നിലനിൽക്കുന്നത് മൈഗ്രേഷൻ കുറയ്ക്കണമെന്ന ആവശ്യമാണ്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെറ്റ് മൈഗ്രേഷൻ കുത്തനെ ഉയരുകയും രാജ്യത്തെത്തിയ ധാരാളം പേർ ബെനിഫിറ്റുകൾ ക്ലെയിം ചെയ്യുന്നു എന്ന പരാതി വ്യാപകമായ പശ്ചാത്തലത്തിലാണ് PR ലഭിക്കുമ്പോൾ PR ആപ്ലിക്കേഷനുകൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റുകൾ ക്ലെയിം ചെയ്തവരാണെങ്കിൽ അവർക്ക് PR നൽകില്ല എന്ന് മാത്രമല്ല PR ലഭിക്കുന്നതിൽ നിന്നും ബാൻ ചെയ്യുമെന്ന പ്രസ്താവന കൂടി അവർ നടത്തിയിട്ടുള്ളതും. യുകെയിലെ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുക, യുകെയിൽ വന്ന് സ്ഥിരമായി സെറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷനായി പലരും വർക്ക് വിസകളെ കാണുന്നു. ആ ഒരു രീതിയിൽ മാറ്റം വരണം. വിദേശ കാൻഡിഡേറ്റിന് യുകെയിൽ ആവശ്യമാണെങ്കിലും യുകെയിൽ വന്ന് ജോലി ചെയ്യുന്നതിന് പ്രാധാന്യം നൽകുന്ന രീതിയിലോട്ട് വിസ നിയമങ്ങൾ മാറ്റാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് കൺസർവേറ്റീവ് പാർട്ടി പുതിയ പ്രസ്താവനയിലൂടെ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ ആർക്കും ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കുന്ന സാഹചര്യങ്ങളാണുള്ളത്. അമേരിക്കൻ മോഡലിലോട്ട് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് കിട്ടുക എന്നുള്ളത് വലിയ പ്രോസസ്സാണ്. നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം മാത്രമാണ് അത്തരത്തിൽ ഗ്രീൻ കാർഡും സിറ്റിസൺഷിപ്പും ഒക്കെ ലഭിക്കുകയുള്ളൂ എങ്കിൽ ആ ഒരു രീതിയിലോട്ട് യുകെയിലെ നിയമങ്ങളും കൊണ്ടുവരണം എന്ന ആവശ്യം തന്നെയാണ് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി നടത്തിയിരിക്കുന്നതും. അത്തരത്തിലുള്ള പ്ലാനുകളായിരിക്കും അടുത്ത ഇലക്ഷന് ശേഷം അവർ നടപ്പാക്കുക എന്ന പ്രസ്താവന കൂടിയാണ് ഇപ്പോൾ കൺസർവേറ്റീവ് ലീഡറായ കെമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. യുകെയിൽ ഏറ്റവും എളുപ്പത്തിൽ PR-ഉം സിറ്റിസൺഷിപ്പും ഒക്കെ ലഭിക്കുന്നത് കൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ കുടിയേറ്റം യുകെയിലോട്ട് ഉണ്ടാകുന്നതെന്നും അതുകൊണ്ട് തന്നെ അത്തരം ഒരു രീതി അൺഅട്രാക്റ്റീവ് ആക്കി മാറ്റണമെന്നും അനാകർഷകമാക്കി മാറ്റുന്നതിനുള്ള നിയമങ്ങളാണ് കൺസർവേറ്റീവ് പാർട്ടി നടപ്പാക്കുക എന്ന പ്രസ്താവനയും അവർ നൽകുന്നു. ഇപ്പോൾ രാജ്യത്ത് പൊതുവായി ഉണ്ടായിരിക്കുന്ന ഒരു വികാരമാണ് യുകെയിലോട്ട് വൻതോതിൽ കുടിയേറ്റം ഉണ്ടാകുന്നു. ഇല്ലീഗൽ മൈഗ്രേഷൻ മാത്രമല്ല ലീഗൽ മൈഗ്രേഷനും യുകെയിലെ വിസ നിയമങ്ങളുടെ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ച് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ വ്യാപകമായി വരുന്നു. തീർച്ചയായും ലേബർ ഗവൺമെന്റും ഈ ഒരു രീതിയിലോട്ട് വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുമോ, ഇല്ലീഗൽ മൈഗ്രേഷന്റെ കാര്യത്തിൽ മാത്രമല്ല ലീഗൽ മൈഗ്രേഷനിലും PR-ഉം സിറ്റിസൺഷിപ്പും ഒക്കെ നൽകുന്ന നിയമങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ള കാര്യം തീർച്ചയായും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള വിസ ഇമിഗ്രേഷൻ നിയമങ്ങൾ രാജ്യത്ത് കൊണ്ടുവരികയാണെങ്കിൽ വൻതോതിലുള്ള മാറ്റങ്ങളായിരിക്കും വിസ ഇമിഗ്രേഷന്റെ കാര്യത്തിൽ ഉണ്ടാവുക. കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലെത്തുകയും ഇത്തരത്തിലുള്ള കർശന നിയമങ്ങൾ നടപ്പാക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ റെക്കോർഡുകൾ ഉള്ളവർക്കും ബെനിഫിറ്റുകൾ വാങ്ങിയവർക്കും PR നൽകേണ്ടതില്ല എന്ന തീരുമാനം നടപ്പാക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് പേർ അവരുടെ രാജ്യങ്ങളിലോട്ട് തിരികെ പോകേണ്ട സാഹചര്യങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. അതുമാത്രമല്ല ഇപ്പോൾ രാജ്യത്തുണ്ടായിരിക്കുന്ന പൊതുവികാരമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് യുകെയിൽ വന്ന് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്നവരുടെ എണ്ണം ദിവസേന വർദ്ധിക്കുന്നു എന്നുള്ളത്. വൻതോതിൽ കുടിയേറ്റം കൂടുന്നതിന് പ്രധാന കാരണം വളരെ എളുപ്പത്തിലുള്ള നിയമങ്ങൾ യുകെയിൽ നിലനിൽക്കുന്നുള്ളത് കൊണ്ടാണെന്നും അതുകൊണ്ട് തന്നെ അതിലാണ് കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നും യുകെയിൽ PR-ഉം സിറ്റിസൺഷിപ്പും നൽകുക എന്നുള്ളത് അൺഅട്രാക്റ്റീവ് ആക്കി മാറ്റുന്നതിന് മുഖ്യ പരിഗണന നൽകുകയാണ് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് എന്ന നിർദ്ദേശം കൂടിയാണ് കൺസർവേറ്റീവ് ലീഡർ നൽകുന്നത്. PR നിയമങ്ങളൊക്കെ ഓൾറെഡി കർശനമാക്കിയ സാഹചര്യമാണ് യുകെയിലുള്ളത്. 2011 1,67,000 പേർക്ക് ILR അഥവാ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ നൽകിയെങ്കിൽ കഴിഞ്ഞ വർഷം 1,20,000 പേരിലോട്ട് അത് കുറഞ്ഞു. ധാരാളം ചെക്കുകൾ നടത്തി ഏതെങ്കിലും തരത്തിൽ എലിജിബിൾ അല്ല എന്ന് കാണുകയാണെങ്കിൽ അവർക്ക് PR നൽകേണ്ടതില്ല എന്ന തീരുമാനം തന്നെയാണ്
ഹോം ഓഫീസും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് UK PR നൽകുന്നുമുള്ളൂ. അതുമാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് UK ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്നവരുടെ കാര്യത്തിൽ കർശന നിയമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹോം ഓഫീസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് UK പോലീസ് കസ്റ്റഡിയിലുള്ളത് 10,000-ലധികം പേരാണ്. 12% വർധനവാണ് ഫോറിൻ ക്രിമിനൽസിന്റെ കാര്യത്തിൽ UK ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ക്രിമിനൽ റെക്കോർഡുകൾ കൂടുതലായി പരിശോധിക്കാനും ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ അവരെ PR നൽകുന്നതിൽ നിന്നും ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ നടപ്പാക്കുന്നത്. ഇത്തരത്തിലൊരു നിയമം UK നടപ്പാക്കുകയാണെങ്കിൽ UK വർക്ക് വിസയിൽ വന്നിട്ടുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയായിരിക്കും പൊതുവായി ഉണ്ടാവുക. അവർക്ക് UK വിസ റിന്യൂ ചെയ്തുകൊണ്ട് 10 വർഷക്കാലം തുടരേണ്ടി വരും. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിക്കണമെങ്കിൽ അതിനുശേഷം പിന്നെ ഒരു 5 വർഷക്കാലം കൂടി UK തുടർന്നാൽ മാത്രമാണ് സിറ്റിസൺഷിപ്പ് ലഭിക്കൂ എന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും വലിയ ചിലവുള്ള കാര്യമാണ്. വിസ റിന്യൂ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. 1035 പൗണ്ടാണ് ഇപ്പോൾ ഹെൽത്ത് സർചാർജ് ആയി നൽകേണ്ടതെങ്കിൽ വർഷങ്ങളോളം വിസ റിന്യൂ ചെയ്യുമ്പോൾ വലിയ എക്സ്പെൻസീവ് ആയ ഒരു കാര്യമായി അത് മാറുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ കാലയളവിനുള്ളിൽ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും കേസുകൾ അവർക്കെതിരെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും പിന്നീട് PR ലഭിക്കുന്നതിന് അത് തടസ്സമാവുകയും ചെയ്യും. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടപ്പാക്കിയിരിക്കുന്ന കർശനമായ സിറ്റിസൺഷിപ്പ് ഇമിഗ്രേഷൻ നിയമങ്ങൾ തന്നെയാണ് UK വേണ്ടത് എന്ന അഭിപ്രായം ഇപ്പോൾ വന്നിരിക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്നും ധാരാളം പേർ UK വരുന്നത് പ്രധാനമായും UK സ്ഥിരമായി നിൽക്കുക, സിറ്റിസൺഷിപ്പ് ലഭിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണെന്നും അതുകൊണ്ട് തന്നെ UK സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നത് ഇതുപോലെ ഈസി ആയിട്ടുള്ള രീതി ആകരുതെന്നും ഇത്രയും വാല്യൂ ഉള്ള ഒരു സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിന് തീർച്ചയായും കാത്തിരിപ്പ് വേണമെന്നും ബെനിഫിറ്റുകൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി മാത്രം ധാരാളം പേർ UK എത്തുന്ന ആ ഒരു രീതി പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിന് ഇത്തരം നിയമങ്ങൾ മാത്രമായിരിക്കും പരിഹാരം എന്ന നിർദ്ദേശം കൂടിയാണ് കൺസർവേറ്റീവ് ലീഡർ മുന്നോട്ട് വെച്ചത്. UK എത്തുന്ന ഏതൊരു വ്യക്തിയും അവർ രാജ്യത്തിന് വേണ്ടി നൽകുന്ന കോൺട്രിബ്യൂഷൻ കൃത്യമായി പരിഗണിക്കണമെന്നും അതുകൊണ്ട് തന്നെ കുറെ വർഷങ്ങൾ ജോലി ചെയ്ത് രാജ്യത്തിന് അവർ നൽകുന്ന സംഭാവന കൃത്യമായി വിലയിരുത്തുകയും അവർ രാജ്യത്തിന് പ്രയോജനമുള്ളവരാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ അവർക്ക് സ്ഥിരമായി നിൽക്കാനുള്ള സാധ്യതകൾ നൽകുക എന്ന നിർദ്ദേശം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ UK വന്ന് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് സ്ഥിരമായി നിൽക്കാനുള്ള പെർമിഷൻ നൽകുകയും പിന്നീട് അവർ ഗവൺമെന്റ് സഹായങ്ങൾ വാങ്ങി കഴിയുകയും ചെയ്യുന്ന ആ ഒരു രീതിക്ക് പൂർണ്ണമായും വിരാമമിടണമെന്ന നിർദ്ദേശം കൂടി വന്നിരിക്കുന്നു. UK നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി നിരവധി ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഗവൺമെന്റ് സ്വീകരിച്ചത്. എങ്കിൽ അതൊന്നും ഫലം കാണാതെ വന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കർശന നിർദ്ദേശം ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി ലീഡറിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ലേബർ ഗവൺമെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ കുറെ വർഷങ്ങൾക്ക് മുൻപ് അവർ മൃദു സമീപനമാണ് ഫോറിൻ കാൻഡിഡേറ്റ്സിന്റെയും കുടിയേറ്റക്കാരുടെയും കാര്യത്തിൽ സ്വീകരിച്ചിരുന്നതെങ്കിൽ അതിലെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന രീതിയിലോട്ടാണ് ലേബർ ഗവൺമെന്റും കഴിഞ്ഞ കുറെ നാളുകളായി പുതിയ പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത്. UK നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ആവശ്യമായത് എന്തും ചെയ്യുമെന്നും UK അനധികൃത കുടിയേറ്റക്കാരെ ഒരു രീതിയിലും സംരക്ഷിക്കുന്ന നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കില്ലെന്നും അവരെ കണ്ടെത്തി അവരുടെ രാജ്യങ്ങളിലോട്ട് തിരിച്ചയക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞതായും പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ പ്രസ്താവനയിലൂടെ പറഞ്ഞിരുന്നു. രാജ്യത്തെ ജനങ്ങളുടെ ആഗ്രഹം UK നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കണമെന്ന് തന്നെയാണ്. UK പൊതു ജീവിത നിലവാരത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു. രാജ്യത്തിന്റെ കൾച്ചറൽ സിസ്റ്റത്തിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. UK നിലവിലെ സാഹചര്യങ്ങൾ പഴയതിൽ നിന്നും വളരെയധികം വ്യത്യാസമായിരിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ സ്കിൽഡ് മൈഗ്രൻസിനെ സ്വാഗതം ചെയ്യുന്ന നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുമ്പോഴും അവർക്ക് സ്ഥിരമായി നിൽക്കാനുള്ള ഒരു ഓപ്ഷനായി വിസ നിയമങ്ങൾ മാറരുതെന്നും യഥാർത്ഥത്തിൽ ജോലി ചെയ്യാൻ വരുന്നവരെയും വിദ്യാർത്ഥികളെയും വെൽക്കം ചെയ്യുന്ന നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ അവരുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം ചെക്ക് ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ളവർക്ക് മാത്രം UK തുടരാൻ അനുമതി നൽകുന്ന രീതിയിലോട്ട് നിയമങ്ങൾ മാറ്റണമെന്ന ആവശ്യം ഗവൺമെന്റിൽ നിന്നും ഉണ്ടായിരുന്നു. കോവിഡ് ക്രൈസിസുകൾ UK നിലനിന്ന സമയത്താണ് വിസ നിയമങ്ങൾ വളരെയധികം ലളിതമാക്കിയത്, സിമ്പിളാക്കിയത്. ആർക്കും എളുപ്പത്തിൽ UK വരാം എന്ന സാഹചര്യം UK ഉണ്ടായതും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് എത്ര ഡിപ്പെൻഡൻസിനെ വേണമെങ്കിലും UK കൊണ്ടുവരാനുള്ള അനുമതിയും ഗവൺമെന്റ് നൽകി. അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപേ തന്നെ കെയർ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള വിസകളിലോട്ട് മാറാനുള്ള ആ ഒരു അവസരവും ഉണ്ടായിരുന്നു. അതിലെല്ലാം ഗവൺമെന്റ് മാറ്റങ്ങൾ കൊണ്ടുവന്നു. UK പഠിക്കാൻ വരുന്നവർക്ക് മറ്റ് വിസകളിലോട്ടും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ മറ്റ് വിസകളിലോട്ട് മാറാൻ കഴിയാത്ത നിയമങ്ങൾ കൊണ്ടുവന്നു. അതുകൂടാതെ സ്റ്റുഡൻസിനും കെയർ അസിസ്റ്റന്റുമാർക്കും ഒക്കെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ കഴിയാത്ത നിയമങ്ങൾ കൊണ്ടുവന്നു. അതിന് പ്രധാന കാരണം കഴിഞ്ഞ കുറെ നാളുകളായി UK വൻതോതിലുണ്ടായ മൈഗ്രേഷൻ നിലവാരമില്ലാത്ത രീതിയിലാണ് എന്ന കണ്ടെത്തലും റിപ്പോർട്ടുകൾക്കും ശേഷമായിരുന്നു. കുടിയേറ്റം കുത്തനെ കുതിച്ചു വരുന്നതിന് പ്രധാന കാരണമായത് ഡിപ്പെൻഡന്റ് വിസ നിയമങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡന്റ് ഇമിഗ്രേഷൻ റൂളുകളിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന ആവശ്യം കൺസർവേറ്റീവ് പാർട്ടി നടപ്പാക്കി. അത് ലേബർ ഗവൺമെന്റും പിന്തുടരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും കൂടുതൽ കർശന വിസ നിയമങ്ങൾ നടപ്പാക്കി രാജ്യത്തെ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള കർശന നടപടികൾ തന്നെയായിരിക്കും ലേബർ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്ന സൂചനകൾ തന്നെയാണ് പുതിയ റിപ്പോർട്ടുകളിലൂടെ എല്ലാം വരുന്നത്. അടുത്ത ഇലക്ഷനിൽ കൺസർവേറ്റീവ് പാർട്ടി വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുന്ന സാഹചര്യത്തിൽ UK ഉണ്ടാവുക വലിയൊരു ചേഞ്ച് ആയിരിക്കും. വിസ ഇമിഗ്രേഷൻ നിയമങ്ങളുടെ കാര്യത്തിൽ PR സിറ്റിസൺഷിപ്പും ഒക്കെ ലഭിക്കുക എന്നുള്ളത് തീർച്ചയായും വലിയ ബുദ്ധിമുട്ടായ രീതിയിലോട്ട്
നിയമങ്ങൾ മാറുകയും ചെയ്യും. ധാരാളം അപ്ഡേറ്റുകളാണ് UK ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.